സാധാരണ ഒരാൾ ഒരു ദിവസം ചെയ്ത് തീർക്കാവുന്നതിനേക്കാൾ കൂടുതൽ വർക്കുകൾ നമ്മൾ ചെയ്ത് തീർക്കാൻ പഠിക്കണം. സ്ട്രെച്ച് എലമെൻ്റ് എപ്പോഴും ഉണ്ടാക്കണം ജീവിതത്തിൽ. നമ്മൾ എത്താൻ പറ്റാത്ത ലോഡുകൾ എടുത്ത് സ്ട്രെച്ച് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ലോഡ് കൊടുക്കണം. ആ ലോഡ് കൊടുക്കുമ്പോൾ അവരുടെ കപ്പാസിറ്റി കൂടും. അത് സിമ്പിളായിട്ട് നിങ്ങൾ ഏത് അവയവത്തിന് ലോഡ് കൊടുത്താൽ അവിടെ കപ്പാസിറ്റി കൂടും. ഈ കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഈ തളർച്ചയൊക്കെ വന്നിട്ടുള്ളതാണ്. അവരുടെ കൈ ഭയങ്കര പവർഫുള്ളായിരിക്കും, നമ്മുടെ കാലിനേക്കാൾ പവർഫുള്ളായി. കാരണം എന്താണ്? അവരുടെ കൈ കുത്തി, അവർക്ക് കാലിന് ബലമില്ലാത്തതുകൊണ്ട് അവർ കൈ കുത്തിയായിരിക്കും നടന്നത്. ആ ഓർഗൻ ബലപ്പെട്ടു. എവിടെയാണോ നമ്മൾ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ആൾക്കാർ എത്രയോ ടൈം വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ തോണ്ടി മാത്രം സമയം കളയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ അൽഷീമേഴ്സ് രോഗം ഉണ്ടാകുന്ന എങ്ങനെയുള്ളവരുടെ ഇടയിലാണെന്നറിയോ? ഈ അൽഷീമേഴ്സ് പോലത്തെ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഇൻകംപ്ലീറ്റ് സ്റ്റോറികൾ. അതായത് നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോറി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ബ്രെയിൻ ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ അൽഷീമേഴ്സ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത സീരിയൽ കാണുന്ന ആൾക്കാരുടെ ഇടയിലാണ്. സീരിയൽ കാണുന്ന സിനിമ കണ്ടാൽ അത്രയും വരികയില്ല. സിനിമയ്ക്ക് ഒരു കൺക്ലൂഷനുണ്ട്. നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂറുണ്ട്, അതിനൊരു കൺക്ലൂഷനുണ്ട്. ആ സ്റ്റോറി കംപ്ലീറ്റ് ആയി. ആ സ്ഥാനത്ത് സീരിയലൊക്കെ കാണുന്ന ആൾക്കാരിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഈ സീരിയൽ കാണുന്നു. ആ സീരിയൽ വന്ന് എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരാൾ വില്ലൻ വരുന്നു, നായികയുടെ വീടിൻ്റെ അവിടെ വരുന്നു, ഡോറിൽ അവിടെ മുട്ടുന്നു, അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുന്നു, കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ടക്ക് തീർന്നു, നാളെ എന്ന് പറഞ്ഞ് നിർത്തും. ഇങ്ങനെ സസ്പെൻസ് കൊണ്ട് നിർത്തുന്നുള്ളൂ സീരിയലുകൾ. ഈ സസ്പെൻസ് നമ്മൾ നോക്കുക, ആ സീരിയലൊക്കെ കണ്ടിട്ട് നമ്മൾ കിടന്നു, ഹാപ്പിയായിട്ട് കിടന്നു. ഓക്കെ, ഈ സസ്പെൻസിൽ ഇങ്ങനെ നമ്മൾ കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ ഇതൊന്നും വിടുകയില്ല. നമ്മുടെ ബ്രെയിൻ ഇതിൻ്റെ പുറകെ പണിയെടുക്കും. ബാക്ക് എൻഡ് നമ്മുടെ മൊബൈൽ ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചില സമയത്ത് മൊബൈലിരുന്ന് ചൂടാകുന്ന കാണാൻ മേലെ എന്താ സംഭവിക്കുന്നത്? ബാക്ക് എൻഡിൽ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് വാട്സാപ്പ് ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒത്തിരി പരിപാടി നടക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ചുമ്മാ ഇരിക്കത്തില്ല, അവർ ഒത്തിരി പണിയെടുക്കുന്നു. നമ്മൾ ചുമ്മാ എന്ത് തോന്നിയാസം വേണമെങ്കിൽ കാണിച്ചിട്ട് പോരാം. പക്ഷേ അവർക്കാ പിന്നെ പണി. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറികളെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യാൻ നോക്കും. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറികൾ മുഴുവൻ നമ്മൾ കാണിക്കുന്നത് അവരെവിടെ നിന്ന് ഇതെല്ലാം എടുക്കുന്നത്? നമ്മൾ ജനിച്ച് വീണ കാലം മുതൽ, അതായത് നമ്മൾ ലേബർ റൂമിൽ കിടന്നപ്പോൾ മുതലുള്ള സാധനങ്ങൾ നമ്മൾ ബ്രെയിൻ കയറി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൺട്രോളില്ല നമ്മുടെ ഈ ബ്രെയിൻ എന്നൊക്കെ കാണിക്കുന്നത്. ലേബർ റൂമിൽ നമ്മൾ ജനിച്ചപ്പം മുതൽ അവിടുത്തെ സ്മെല്ലും സൗണ്ടും വരെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സാധനങ്ങളെല്ലാം പുള്ളി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? സ്മെല്ലും സൗണ്ടും വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു സ്മെല്ല് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ യാത്ര ചെയ്തു, അല്ലെങ്കിൽ ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു സ്മെല്ല് വന്നു. ആ സ്മെല്ല് വന്നപ്പം ഒട്ടനെ നമ്മൾ ചിലപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു മരിച്ച വീട്ടിൽ കത്തിച്ച സാമ്പ്രാണിയുടെ അല്ലെങ്കിൽ അവിടെ വന്ന സ്മെല്ല് തന്നെയാണ് 50 വർഷത്തിന് ശേഷം ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേന് വന്ന സ്മെല്ല് വന്നപ്പം പെട്ടെന്ന് ഇവൻ റീകളക്ട് ചെയ്യും. അതായത് സ്മെല്ലും സൗണ്ടും വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. എന്ത് കാര്യവും സ്മെല്ലും സൗണ്ടും വെച്ചിട്ടാണ് ഇവൻ ഓരോ ചിപ്പുകളിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം മുമ്പ് മറ്റും നടന്ന സംഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്ന കൂട്ടുകാരുടെ കൂടെ കുഞ്ഞുനാളിൽ മൂക്കിട്ട് ഒലിപ്പിച്ച് നടന്ന സീനുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു പാട്ട് കേട്ടാൽ. അപ്പോൾ സൗണ്ട്, സ്മെല്ല്, സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്.